എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഞാൻ യുവാസിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ പെർഫോം ചെയ്യുകയും എനിക്കിങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഞാൻ എക്സാമിന് പാസ്സാവത്തില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ പ്രയർ റൂമുണ്ട്. എല്ലാ ദിവസവും പ്രയർ തുടങ്ങിയിട്ടാണ്, പ്രയർ കഴിഞ്ഞിട്ടാണ് നമുക്കവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ട്രെയിനറിന് 2 സ്റ്റുഡൻസ് വീതമാണ് അവിടെ. അപ്പോൾ ആ സ്റ്റുഡൻസിന് അവർ എല്ലാ ദിവസവും 10 സ്റ്റേഷൻ കംപ്ലീറ്റ് ആക്കും. എനിക്ക് അവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്. ഹായ് ഓൾ, മൈ നെയിം ഈസ് ആൻ. I am a recent New OSCE winner from UVAS Academy. I attended both online and offline classes from UVAS. Both were very effective. Online class ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2 months ബിഫോർ ആണ്. സോണി മാം ആണ് ക്ലാസ് എടുത്ത് തരുന്നത്. വീക്ക്ലി 3 days ആണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത്. ഈച്ച് ഡേ ഓരോ സിനാരിയോ മാം കവർ ചെയ്യും, വിത്ത് ഡെമോൺസ്ട്രേഷനും ഉണ്ട്. നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നതിന് മുന്നുള്ള എല്ലാ സപ്പോർട്ടും മോട്ടിവേഷനും നമുക്ക് സോണി മാം ഓൺലൈൻ ക്ലാസ്സിലൂടെ തരും. ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത് മൂവാറ്റുപുഴയിലാണ്. എനിക്ക് അവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് പറയാൻ സാധിക്കും അതൊരു ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം അവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഫുൾ ഓഫ് ബൈബിൾ കോട്ട്സ് ആണ്. ഒരു സ്പെഷ്യൽ പ്രയർ റൂമുണ്ട്. എല്ലാ ദിവസവും പ്രയർ തുടങ്ങിയിട്ടാണ്, പ്രയർ കഴിഞ്ഞിട്ടാണ് നമുക്കവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 AM to 5 PM ആണ് ക്ലാസ് ഉള്ളത്. 9 AM ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ആക്കും. നമുക്കവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ ട്രെയിനേഴ്സും നമുക്ക് ഇൻഡിവിജ്വൽ കറക്ഷൻസ് തരും, ഇല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. 10 AM ഷാർപ്പ് 10 AM തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ 10 സ്റ്റേഷൻസും റിയൽ എക്സാം സ്റ്റേഷൻസ് പോലെ തന്നെയാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ട്രെയിനേഴ്സ്, ഒരു ട്രെയിനറിന് 2 സ്റ്റുഡൻസ് വീതമാണ് അവിടെ. അപ്പോൾ ആ സ്റ്റുഡൻസിന് അവർ എല്ലാ ദിവസവും 10 സ്റ്റേഷൻ കംപ്ലീറ്റ് ആക്കും. ഒരു സ്റ്റേഷൻ പോലും മിസ്സിങ് ആവില്ല. അവിടുത്തെ ട്രെയിനേഴ്സിന് നല്ല ഒബ്സർവേഷൻ സ്കിൽസ് ഉള്ള ട്രെയിനേഴ്സാണ്. അഖില മാം, സോണിയ മാം, അനറ്റ് മാം, അനു മാം, അനിറ്റ ചേച്ചി എല്ലാവരും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവരത് കറക്റ്റ് ചെയ്ത് നമ്മളെ അത് ഒന്നും കൂടി നമ്മളിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മോക്കാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നല്ല പ്രാക്ടീസ് തന്നിട്ടാണ് നമുക്ക് മോക്ക് ടെസ്റ്റൊക്കെ തരുന്നത്. അത് നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് തന്നെ തരും. ഒരു ഫ്രീ എൻവയോൺമെൻ്റ് ആണ്, ഒരു ഹോംലി ഫീലാണ് അവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ ടെൻഷൻ ഫ്രീ ആയിരിക്കും. എനിക്കത് അങ്ങനെയാണ് അവിടെ ഫീൽ ചെയ്തത്. ഒരു മൈന്യൂട്ട് കറക്ഷൻ ആണെങ്കിലും ഈവൻ നമ്മളൊരു സീൻ സേഫ്റ്റി, നമ്മൾ ഒരു സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്ത് നമ്മളൊരു സീൻ സേഫ്റ്റി എവിടെ നിന്ന് പറയണം എന്ന് പോലും അവർ ഒബ്സർവ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് തരും. ഈവൻ നമ്മൾ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റിൽ റെസ്പിറേഷൻ അവർ നമ്മളോടൊപ്പം കൗണ്ട് ചെയ്യും. 6 minutesലാണ് നമുക്കവർ ടൈം സെറ്റ് ചെയ്യുന്നത്. 6 minutesനുള്ളിൽ നമ്മൾ എല്ലാ സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാക്കും അവർ. ഈവൻ ഡ്രസ്സിങ്, വൂണ്ട് മെഡിക്കേഷൻ, വൈറ്റൽസ്, CPR എല്ലാ സ്റ്റേഷൻസും നമുക്ക് 6 minutesനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ നമ്മൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്തിട്ട് അവരും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവരത് കറക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എനിക്കിത് എക്സാമിന് ഫീൽ ചെയ്തത് ഇതൊന്നും നമ്മൾ എക്സാമിന് മറന്നു പോയില്ല. നമ്മൾ യുവാസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസും എക്സാമിന് ചെല്ലുമ്പോൾ അവിടെ തന്നിരിക്കുന്ന കറക്ഷൻ അവിടെ പെർഫെക്റ്റ് കറക്ഷനാണ്. അപ്പം അവർ മൈന്യൂട്ട് കറക്ഷൻ മിസ്റ്റേക്ക് വരെ അവർ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്കത് എക്സാമിന് ചെല്ലുമ്പോൾ നമ്മളത് ഉറപ്പായും ഓർത്തത് ചെയ്തിരിക്കും. ഈവൻ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ഒരു സൈൻ ആണെങ്കിലും എല്ലാം നമ്മളത് എക്സാമിന് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുമോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ചെയ്തിരുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ എക്സാമിന് അത് മറന്നു പോവില്ല. അതുപോലെ ഒരു ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഞാൻ യുവാസിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ പെർഫോം ചെയ്യുകയും എനിക്കിങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഞാൻ എക്സാമിന് പാസ്സാവത്തില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഐ കൈൻഡ്ലി റെക്കമെൻഡ് all candidates who are preparing for OSCE to attend your class in UVAS Academy. Thank you.